ചബഹർ തുറമുഖം ഇറാനും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ഡീൽ എന്ന് പറയാം. പക്ഷെ ചബഹർ പോർട്ടിന് പിന്നിൽ നമുക്ക് അറിയാവുന്ന കാര്യം വളരെ ചുരുക്കമാണ്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കും ഇറാനും ഇടയിലുള്ള ഒരു ട്രേഡ് ഹബ്ബായി ഇത് മാറിയിട്ടുണ്ട്. INSTC എന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ് ഇതെന്നൊക്കെ പറയാം. പക്ഷേ ഇവയേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സെൻട്രൽ ഏഷ്യയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള ഒരേ ഒരു കണക്ടിവിറ്റി ഇത് മാത്രമാണ്. ഏതെങ്കിലും ഒരു സഹായം നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, ഇവയെല്ലാം ലാൻഡ് ലോക്ക്ഡ് കോണ്ടിനെന്റ്സ് ആണ്. അവർക്ക് കടലിൽ ആക്സസ് ചെയ്യാനുള്ള വഴിയില്ല. അവിടെ നമ്മുടെ ഇൻഫ്ലുവൻസ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് ചബഹർ പോർട്ട് പദ്ധതി എന്നത് വളരെ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ചബഹർ പോർട്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഈ IFC പദ്ധതിക്ക് കീഴിൽ 2018 മുതൽ ഇന്ന് വരെയും ഏകദേശം 7 വർഷത്തിലധികമായി അമേരിക്ക നമുക്കൊരു സാങ്ഷൻസ് ഫ്രീ നൽകിയിരുന്നു. അതായത് നിങ്ങൾക്ക് ഇവിടെ സാങ്ഷൻസ് ഒന്നുമില്ല, നിങ്ങൾ ഇറാനിലുള്ള ജനങ്ങൾക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ ഈ പ്രോജക്റ്റ് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ സാങ്ഷൻ ഫ്രീ ആക്കുകയാണ് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസം 29-ാം തീയതി മുതൽ ഇന്ത്യക്കും ഇന്ത്യയുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കും ഉപരോധം നൽകുമെന്ന ഒരു അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? ഈ ചബഹർ പോർട്ട് എന്തുകൊണ്ട് ഇത്രത്തോളം പ്രശ്നം ഈ ഒരു റീസൺ ടൈംസിൽ നേരിടുന്നു? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ചബഹർ പോർട്ട് ഇന്ത്യക്ക് പാകിസ്ഥാൻ ഒഴികെ ഈ അറബിക് പെരുങ്കടൽ അല്ലെങ്കിൽ ഗൾഫ് ഓഫ് ഒമാൻ പ്രദേശത്ത് വളരെ ഈസിയായി ആക്സസ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട പോർട്ടാണ്. കാരണം പാകിസ്ഥാന്റെ ഗ്വാഡർ തുറമുഖത്തിൽ നിന്നും വെറും 70 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ചബഹർ പോർട്ട് ഉള്ളത്. മാത്രവുമല്ല, ചബഹർ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് 2 പ്രധാനപ്പെട്ട ടെർമിനൽസ് ഉണ്ട്. ഒന്നാമത്തേത് ഷാഹിദ് കലന്താരി ടെർമിനൽ, അടുത്തത് ഷാഹിദ് ബഗസ്തി ടെർമിനൽ. ഇവ രണ്ടും ചേർന്നതാണ് ചബഹർ പോർട്ട്. ഇതിൽ ഷാഹിദ് ബഗസ്തി ടെർമിനൽ ഈ ഒരു പ്രദേശമാണ് ഇന്ത്യയും ഇറാനും ചേർന്ന് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതുവഴി ഇവരുടെ സ്ട്രാറ്റജിക്കൽ ടൈസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയും ഡീൽ മേക്ക് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഈ ഡീൽ ഉണ്ടാകുന്നതിന് പിന്നിൽ തന്നെ പല രസകരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും അഫ്ഗാനിസ്ഥാനിൽ 2001 മുതൽ 2021 വരെയും ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് നമ്മളൊരു സഹായം ചെയ്യണം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ആവശ്യമായ എമർജൻസി ഫണ്ട്, എമർജൻസി റിലീഫ് എന്തെങ്കിലും നൽകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാകിസ്ഥാനെ മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയൂ. പക്ഷെ പാകിസ്ഥാനെ ആക്സസ് ചെയ്യുമ്പോൾ അതിനവർ ഒരുപാട് പ്രശ്നങ്ങളും നമുക്കെതിരെ നൽകിയിരുന്നു. നമ്മുടെ വെഹിക്കിൾസിനെ ഒന്നും അത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിടില്ല, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടത്തും. ഇങ്ങനെ അത്യാവശ്യമായ വസ്തുക്കൾ അയക്കണമെന്നുണ്ടെങ്കിൽ പോലും പല ദിവസങ്ങളോളം പുറത്ത് അതിർത്തിയിൽ ഈ വാഹനങ്ങളെ നിർത്തിവെച്ചിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നം നമുക്കുണ്ടായിരുന്നു. മാത്രമല്ല, സെൻട്രൽ ഏഷ്യൻ കൺട്രീസിൽ നമുക്കുള്ള ഒരു ഇൻഫ്ലുവൻസ് ദിവസം തോറും കുറയാനും തുടങ്ങി. അപ്പോൾ ഇറാൻ ഒരു ഭാഗത്ത് സ്ട്രഗിൾ ചെയ്യുന്നു, ഇന്ത്യ ഒരു ഭാഗത്ത് സെൻട്രൽ ഏഷ്യൻ കൺട്രീസിനെ ആക്സസ് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. ഇപ്പോൾ 2 രാജ്യങ്ങളും ചേർന്ന് ചെയ്തത് നോക്കുക, നമുക്ക് 2 പേർക്കും ഇടയിൽ ഒരു ഡീൽ നടത്താം, കൂടെ അഫ്ഗാനിസ്ഥാനെയും ചേർക്കാം. ഇപ്പോൾ എൻ്റെ പോർട്ട് നിങ്ങളും ചേർന്ന് ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ ഫണ്ടിങ്സ് ഒരു പ്രത്യേക അളവിൽ ചെയ്യുക, അതിൻ്റെ ഒരു ക്രെഡിറ്റ് ലൈൻ മാത്രം എനിക്ക് നൽകിയാൽ മതി. അമേരിക്കയുടെ സാങ്ഷൻസിൽ നിന്നും നമുക്ക് പുറത്തേക്ക് വന്ന് ചില ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് ഈ ട്രേഡ് നടത്താം. ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു പ്രോജക്റ്റ് INSTC എന്ന റഷ്യ, ഇന്ത്യ, ഇറാൻ ഈ 3 രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റിന് അടിത്തറയായി മാറട്ടെ. അതിനാവശ്യമായ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തയ്യാറാക്കണം. ഇങ്ങനെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇന്ത്യ ഈ 3 രാജ്യങ്ങൾക്കും മധ്യേ ഉണ്ടായതാണ് ITTC എന്ന് പറയപ്പെടുന്ന ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാൻസിറ്റ് കോറിഡോർ. INSTC വേറെ, ITTC വേറെയാണ്. ഈ ITTC ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാൻസിറ്റ് കോറിഡോർ എന്ന ഈ ഒരു കരാർ അഫ്ഗാനിസ്ഥാനും ഇറാനും ഇന്ത്യക്കും ഇടയിലുണ്ടായി. 2014 മുതൽ ഈ പ്രോജക്റ്റിന്റെ പോർട്ട് വർക്കുകളെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചതിന് ശേഷം എല്ലാവരും ചേർന്ന് ഈ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. 130 മില്യണിലധികം ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ ഒരു പോർട്ടിൽ നടത്തിയിട്ടുണ്ട്. 2018 പിന്നെ ഒരു വലിയ പ്രശ്നം സംഭവിച്ചു. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ഇറാന് ആരെല്ലാമാണോ സഹായം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒരുപാട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ചബഹർ പോർട്ടിൽ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇന്ത്യയെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നുള്ളതിന് വേണ്ടി അവരെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങി. എന്നാൽ ആ സമയത്തുണ്ടായിരുന്ന ജിയോപൊളിറ്റിക്സ് സാഹചര്യത്തിൽ ചൈന അവർക്ക് വലിയൊരു ഭീഷണി ആയതുകൊണ്ട് തന്നെ ക്വാഡ് സംഘടനയെ ഡെവലപ്പ് ചെയ്യണം, ക്വാഡിന്റെ ഒരു സഹകരണം ഇവിടെ ആവശ്യമായി വരും എന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ക്യാൻസർ സാങ്ഷനിൽ നിന്നും എങ്ങനെയാണോ ഒരു വേവർ നൽകിയത് അതുപോലെ, അതിൽ നിന്നും എങ്ങനെയാണോ നമുക്കൊരു ഫ്രീ നൽകിയത് അതുപോലെ IFC എന്ന ഇറാൻ ഫ്രീഡം ആൻഡ് കൗണ്ടർ പ്രൊലിഫറേഷൻ ആക്ട് 2018 ഇതിലൂടെ ഇന്ത്യയെയും അവർ ഫ്രീ ആക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം
തീവ്രവാദത്തിന് ഇന്ത്യ ഏതൊരു സഹായവും ചെയ്യുന്നില്ല. അപ്പോൾ ഇറാന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു പ്രോജക്റ്റിൽ ഇറാന് നൽകിയിട്ടുള്ള എക്കണോമിക് സാങ്ഷൻസിൽ നിന്നും ഞങ്ങൾ ഇന്ത്യയെ ഫ്രീ ആക്കുന്നു. ഇത് കാരണം ഇന്ത്യക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. ക്രെഡിറ്റ് ലൈൻ എത്ര വേണമെങ്കിലും നൽകാൻ കഴിയും. അങ്ങനെ അന്ന് ചെയ്ത ഈ സാങ്ഷൻ വേവർ എന്നത് ഇന്ന് വരെയും ആക്റ്റീവാണ്. ഇതിന് ഒരു പ്രത്യേക ടൈം ഒന്നും അമേരിക്ക അന്ന് നൽകിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, അടുത്തിടെ ട്രംപ് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, സെപ്റ്റംബർ മാസം 29 മുതൽ ഈ ഒരു സാങ്ഷൻ വേവർ ക്ലോസ് ചെയ്യപ്പെടുകയാണ്. ഇതിനുശേഷം ഇതൊരിക്കലും പ്രാബല്യത്തിൽ വരില്ല. ആരെല്ലാമാണോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്കുള്ള സാമ്പത്തിക ഉപരോധം നൽകപ്പെടുമെന്ന ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഇനി സാങ്ഷൻസ് നൽകിയാൽ ഇത് കാരണം ബാധിക്കപ്പെടുന്നത് ആരെല്ലാമാണ്? INSTC എന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോറിന് എന്തെങ്കിലും പ്രശ്നം ഇത് കാരണം വരുമോ? അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇതിനു പുറകെയുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വളരെ ലളിതമായി പറയാൻ കഴിയും. ഈ സാങ്ഷൻസ് നൽകിയാൽ അത് കാരണം കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്നത് ഇറാനാണ്. കാരണം ഈ പോർട്ടിൽ നമ്മൾ ഡെവലപ്മെന്റ് പ്രോജക്റ്റിലാണ് ഉള്ളത്. 2 ടെർമിനൽസിലെ ഒരു ടെർമിനലിൽ നമ്മൾ 130 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ആരെല്ലാമാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് പ്രൈവറ്റ് സെക്ടേഴ്സും ഗവൺമെന്റ് സെക്ടേഴ്സ് കമ്പനികളും അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരെല്ലാം നൽകുന്ന ഓരോ ഇൻവെസ്റ്റ്മെന്റ്സിന് പുറകിലും ഒരു പ്രത്യേക ശതമാനത്തിലധികം ഇവർ ഈ സാങ്ഷൻസ് വഴി ടാക്സ് വർദ്ധിപ്പിക്കും. ആ പോർട്ട് വഴി ആക്സസ് ചെയ്യുന്ന ഗുഡ്സിന് ടാക്സ് കൂടും. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന കമ്പനികൾ, അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലായിക്കോട്ടെ, ആ കമ്പനികളിൽ പലതരത്തിലുള്ള നടപടികൾ എടുക്കും. സാമ്പത്തിക രീതിയിലുള്ള നടപടികൾ എടുക്കും. ഇപ്പോൾ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ എന്താണോ സംഭവിക്കുന്നത് അതിന്റെ ഒരു മിനി വേർഷൻ ആയിരിക്കും ചബഹർ പോർട്ട് സംബന്ധിക്കുന്ന ഇൻസിഡൻസിലും സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല, മൂന്നാമതായുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ കമ്പനികൾക്കെല്ലാം ഇവർ ഒരു പ്രശ്നം നൽകും, ടാക്സ് ഇൻക്രീസ് ചെയ്യും, എല്ലാം ഓക്കെ. ഇത് ഇന്ത്യയെയും ബാധിക്കും. കാരണം ഈ സെക്ടർ വഴി, ഈ ചബഹർ പോർട്ട് വഴി നമ്മൾ വർഷത്തിൽ ശരാശരി 500 മില്യണിലധികം വസ്തുക്കൾ ട്രാൻസിറ്റ് ചെയ്യുന്നുണ്ട്. യൂറോപ്പിലേക്ക് അയക്കുന്നുണ്ട്, റഷ്യക്ക് അയക്കുന്നു, അവിടെ നിന്നും നമ്മൾ വാങ്ങുന്നു. ഇങ്ങനെ 500 മില്യൺ വർത്ത് ഓഫ് ഗുഡ്സ് ഈ ചബഹർ പോർട്ടിനെ ആക്സസ് ചെയ്ത് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്കണോമിക്കൽ സാങ്ഷൻസും നമ്മിൽ ആഡ് ആകുമ്പോൾ നമുക്കുള്ള ഭാരം വീണ്ടും കൂടും. അപ്പോൾ നമ്മൾ ആ പോർട്ട് ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഈ സാമ്പത്തിക ഉപരോധം അമേരിക്ക നൽകാൻ പോവുകയാണ്. ശരി, ഇതൊഴികെ നമുക്ക് മറ്റു മാർഗം ഇല്ലേ? ഈ സാമ്പത്തിക ഉപരോധം എല്ലാം സഹിച്ചുകൊണ്ട് നമുക്ക് ഈ പോർട്ട് യൂസ് ചെയ്യണമോ എന്ന് ചോദിച്ചാൽ, സ്ട്രാറ്റജിക്കലി നമുക്ക് ആ പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനുശേഷം ആ പോർട്ട് നമുക്ക് വേണ്ട, അമേരിക്ക പറഞ്ഞത് കേൾക്കാം എന്നുള്ള ഒരു ഓപ്ഷനേ അവിടെ ഇല്ല. കാരണം മുൻപ് നമ്മൾ ആ പോർട്ട് അത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ തവണയും പാകിസ്ഥാനുമായി പ്രശ്നം വരുമ്പോഴെല്ലാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ട്രേഡ് റൂട്ട് ക്ലോസ് ചെയ്യുമ്പോഴെല്ലാം ചബഹർ പോർട്ട് നമുക്ക് പല തരത്തിൽ സഹായിച്ചിട്ടുണ്ട്. പ്രധാനമായും പറയണമെങ്കിൽ കോവിഡ്-19 പാൻഡമിക്കിൽ ഏകദേശം 3.5 മില്യൺ ടൺസ് ഓഫ് എയ്ഡ് വസ്തുക്കൾ നമ്മൾ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലേക്ക് ഇതുവഴി അയച്ചിട്ടുണ്ട്. 2021 മാലത്തി എന്ന ഒരു പെസ്റ്റിസൈഡ് 40,000 ലിറ്ററിലധികം ഇറാനിലേക്കും ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്കും അയച്ചിട്ടുണ്ട്. അതായത് ചില പ്രാണികൾ കാരണം അവിടെ ഒരുപാട് പ്രശ്നം വന്നപ്പോൾ നമ്മൾ വെറും 10 ദിവസത്തിലാണ് ഈ പോർട്ട് യൂസ് ചെയ്ത് അവർക്ക് ആവശ്യമായ സഹായം നൽകിയത്. കൂടാതെ 2.5 ടൺ ഗോതമ്പ്, 2000 ടണ്ണിലധികം പയർവർഗ്ഗങ്ങൾ, ഇങ്ങനെ അഫ്ഗാനിസ്ഥാൻ ആവശ്യമായ സഹായം നമ്മൾ ഇതുവഴി ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ വഴിയും ചില സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ സംഭവിച്ചത് മറ്റൊരു കഥയായിരുന്നു. നമ്മൾ അയച്ച ഗോതമ്പ് അവർ വാങ്ങി വെച്ചിട്ട് അവരുടെ കേടായ വസ്തുക്കളെല്ലാം അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചു. ഇതിനെയൊക്കെ ഡയറക്റ്റ് താലിബാൻ ഗവൺമെൻറ് തന്നെ വിമർശിച്ചിരുന്നു. നോക്കുക, ഇന്ത്യയിൽ നിന്നും ഞങ്ങൾക്ക് ചബഹർ പോർട്ട് വഴി വരുന്ന പ്രോഡക്റ്റ് ഇങ്ങനെയാണ്. പാകിസ്ഥാനിലൂടെ അവർ അയച്ചതും നല്ല പ്രോഡക്റ്റാണ്. പക്ഷേ പാകിസ്ഥാൻ നല്ല സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വസ്തുക്കൾ നൽകിയെന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് പുറകിലും വന്നു. അപ്പോൾ ഒരു സഹായം ചെയ്യുക എന്നതിനപ്പുറം നമ്മുടെ ഇൻഫ്ലുവൻസ് അവിടെ വളരണം. മാത്രവുമല്ല, ഒരുപാട് $1 മില്യൺ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവയെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അത്ര പെട്ടെന്ന് നമുക്കങ്ങനെ പുറത്തു വരാനും കഴിയില്ല. ഇതിലുള്ള ലൂപ്പ് ഹോൾസ് ആയിരിക്കണം നമ്മളിനി തിരയേണ്ടത്. ഒരു തേർഡ് പാർട്ടി എൻട്രി ആയിരിക്കണം നമ്മളിനി നോക്കേണ്ടത്. തേർഡ് പാർട്ടീസ് വഴി ആക്സസ് ചെയ്യാൻ ശ്രമിക്കണം. അവിടെയുള്ള ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ സ്വിഫ്റ്റ്, IMF പോലുള്ള സംഘടനകളുടെ കണ്ണിൽ നിന്നും മറച്ച് മറ്റേതെങ്കിലും തരത്തിൽ ലോക്കൽ കറൻസീസിൽ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് ലൈൻ ഇൻക്രീസ് ചെയ്യുക. ഇങ്ങനെ ഇതൊക്കെ മാത്രമാണ് ഇപ്പോഴുള്ള ഒരു വഴി. ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് ഇതൊരു വലിയ ചെക്ക് പോയിന്റായി തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് മുൻപ് അവർ നൽകിയ അടികളൊക്കെ നമ്മൾ മറികടന്ന് വന്നിട്ടുണ്ട്. മാത്രമല്ല H-1B വിസയിലും അവരിപ്പോൾ കൈവച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ തന്നെ ചെയ്യാം. എങ്കിലും വളരെ ചുരുക്കി പറഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിലുള്ള വളരെ കഴിവുള്ള ബുദ്ധിശക്തിയുള്ള വ്യക്തികളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി കുറഞ്ഞ വേതനം കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കുക. ഈ ഒരു പദ്ധതിയാണ് ഈ H-1B വിസ എന്നത്.
ഈ കമ്പനികൾ വഴിയാണ് ഇത്രയും ദിവസം ഇതിന്റെ ഫണ്ടിങ് ചെയ്തത്, അവരാണ് ഇതിന്റെ കോസ്റ്റ് പേ ചെയ്തത്. ഇതിന്റെ കൂടുതൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ $2000 തുടങ്ങി മാക്സിമം $60,000 വരെയും ഉണ്ട്. മാക്സിമം ഇത്രയാണ്. പക്ഷെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു റിവൈസ്ഡ് റേറ്റ് എന്നത് $1,00,000 ഇതിന്റെ പ്രൈസ് കയറ്റിയിട്ടുണ്ട്. ഇതിന് മുൻപ് വിസ എടുത്തവർക്ക് ഇതൊരു പ്രശ്നമല്ല. പക്ഷേ ഇനി വിസ എടുക്കാൻ പോകുന്നവർക്കും ഇനി അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്നവർക്കും ഇതൊരു പ്രശ്നമായി മാറും. അപ്പോൾ ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിലും ഇന്ത്യയുടെ ബ്രെയിൻ പവർ അമേരിക്കയിലേക്ക് പോകുന്നതും ഇതിലൂടെ എല്ലാം തടയും. ഇതിൽ കൂടുതലായും ബാധിക്കപ്പെടാൻ പോകുന്നത് ഇന്ത്യക്കാരാണ്. ഇപ്പോൾ ഒരു 100% അവർ വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 62%-ലധികം ഇന്ത്യക്കാരാണുള്ളത്. അവസാനത്തെ 2024 ഡാറ്റ എടുത്ത് നോക്കിയാൽ അവർ നൽകിയ 1000 വിസ എടുത്താൽ അവർ നൽകിയ 1000 വിസയിൽ 630-ലധികം വിസ നമ്മളാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ നോക്കിയാൽ ഇന്ത്യക്ക് ഇതൊരു വലിയ തിരിച്ചടിയായി തന്നെയാണ് മാറുക. എന്നാൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു? ഈ കമ്പനികൾ സംബന്ധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ ഈ പാക്കേജ് സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ അമേരിക്കയുടെ ട്രേഡ് വാർ എന്നത് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും നമുക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായി മാറുന്നുണ്ട്. പ്രധാനമായും ചബഹർ പോർട്ടിനെ ആക്സസ് ചെയ്യുന്നതിൽ നൽകിയിട്ടുള്ള ഈ എക്കണോമിക്കൽ സാങ്ഷൻസ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ എക്കണോമിക്കൽ സാങ്ഷൻസ്, H1B വിസ, ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം ഇന്ത്യയെ കോർണർ ചെയ്താണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നൽകിയിട്ടുള്ളത്. വിസ പ്രോഗ്രാമിനെ സംബന്ധിച്ച് മറ്റു രാജ്യങ്ങൾക്കും പ്രശ്നമുണ്ട്. പക്ഷെ കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്നത് ഇന്ത്യക്കാരാണ്. ഇതെല്ലാം ട്രംപ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇതെല്ലാം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുൻപ് മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.